നമസ്കാരം. ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. ആളുകളുടെ ബോറോയിങ് കപ്പാസിറ്റി കുറയുന്നു. ഇത് വീട് വാങ്ങാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാനോ പറ്റിയൊരു അവസരമായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. കാരണം മാർക്കറ്റിൽ ബയസ് കുറവാണ്. പെട്ടെന്ന് വീട് വിൽക്കേണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് വിറ്റേ തീരും. ഇപ്പോൾ നല്ലൊരു ഡീൽ കിട്ടാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. ബിഗിനിങ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു വീട് മേടിക്കാത്ത ആളുകൾക്ക് ഏറ്റവും പറ്റിയ അവസരമാണത്. ഈ അവസരം നിങ്ങൾ മുതലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമുണ്ട്. കാരണം ബിഗിനിങ് ഇൻവെസ്റ്റേഴ്സിന് ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അവർ വിചാരിക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടിയിലൂടെ. അപ്പം ഫസ്റ്റ് കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾ ഒഴിവാക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് 2000-ലധികം ലാൻഡുള്ള ഒരു ലാൻഡ് ഒരു പ്രൊജക്റ്റ് എടുത്തു. 4 സബ് ഡിവിഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്തൊരു പഴയ വീടുണ്ടായിരുന്നു, പൊളിച്ച് കളഞ്ഞു. വേക്കൻറ്റ് ലാൻഡായിട്ട് 3 വർഷം കിടന്നു. കാരണം ടൗൺ പ്ലാനറിൻ്റെ ഫീ കൊടുക്കേണ്ടി വന്നു. അതിൽ അപ്രൂവൽ കിട്ടാൻ സമയമെടുത്തു. 3 വർഷം കഴിഞ്ഞ് പുള്ളിക്ക് കിട്ടിയ ലാഭം ഈ കഷ്ടപ്പാട് നോക്കിക്കഴിയുമ്പോൾ വലിയ ലാഭമൊന്നുമല്ല. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികൾ അറിയാൻ നിങ്ങൾക്ക് നല്ല റെൻ്റൽ ഇൻകം ഒക്കെ കിട്ടും ഇതിനകത്ത് നിന്ന്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇപ്പം ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാലമാണ്. അപ്പോൾ വേക്കൻസി റേറ്റ് കൂടാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. കാരണം ഷോപ്പുകളൊക്കെ വേക്കൻ്റായി കിടക്കാനുള്ള സാധ്യതയുണ്ട്. അത് വേക്കൻ്റായി കിടന്നു കഴിഞ്ഞാൽ ഉടനെ വിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഇൻകം അവിടെ കാണിക്കാതെ ഒരു ബയർ വന്നത് മേടിക്കില്ല. അപ്പോൾ വലിയ പൈസ ഇതിനകത്ത് നിന്ന് പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ വേറൊരു ഫ്രണ്ടിന് 8 മാസത്തോളം ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വേക്കൻ്റായി കിടന്നു. ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവസാനത്തെ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജുകൾ. നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണ് നോക്കുന്നതെങ്കിൽ ഹൗസ് ആൻഡ് ലാൻഡ് പാക്കേജ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ലാൻഡ് രജിസ്റ്റർ ചെയ്യാനും ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിത് വരാനും കുറേ സമയമെടുക്കും. ഇത്രയും നാൾ നിങ്ങൾ മോർഗേജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബിഗിനിങ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട്, അത്യാവശ്യം ലാൻഡുള്ള വാങ്ങുക. റെഗുലർ ഇൻസ്റ്റൻ്റായിട്ട് ഇൻകം അതിനകത്ത് നിന്ന് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിന് അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ അവസരത്തിൽ നല്ലൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു വീടോ വാങ്ങാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു വീടോ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.